ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടാൽ മതി. ജസ്റ്റ് ഞാൻ ഡയഗ്രാം കാണിച്ചിട്ട് വിവരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും കയ്യിലൊരു നോട്ട്ബുക്കും പെന്നും കരുതി പറയുന്ന ഇത് വിശദമായി കേട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പം നമുക്കറിയാം, മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം, അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും എന്താണ് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം. ഫ്രീനോളജി എന്ന് പറയും. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. മസ്തിഷ്കത്തിൻ്റെ പകുതി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് പറയുന്ന പേരെന്താ? അതാണ് ഹെമിസ്ഫെറക്ടമി. ഹെമിസ്ഫെറക്ടമി. ഹെമിക്സ് പകുതി, അപ്പോൾ ഹെമിസ്ഫെറക്ടമി എന്ന് പറയും. അപ്പം ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് ബ്രോങ്കസ് ഏരിയയും വെർണിക്സ് ഏരിയയും. അപ്പോൾ മത്സര പരീക്ഷകളിൽ ചോദിക്കാനും അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന രണ്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ബ്രോങ്കസ് ഏരിയ അതുപോലെ തന്നെ വെർണിക്സ് ഏരിയ. അപ്പോൾ എന്താണ് ഈ ബ്രോങ്കസ് ഏരിയ? സംസാര ഭാഷയ്ക്കുള്ള സെറിബ്രത്തിൻ്റെ പ്രത്യേക ഭാഗമാണ് ഏത്? ഈ ബ്രോങ്കസ് ഏരിയ. അപ്പോൾ സംസാര ഭാഷയ്ക്കുള്ള സെറിബ്രത്തിലെ പ്രത്യേക ഭാഗം ഏതാണ്? ബ്രോങ്കസ് ഏരിയ. അപ്പോൾ വെർണിക്സ് ഏരിയയോ? വെർണിക്സ് ഏരിയ എന്ന് പറഞ്ഞാൽ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ രൂപമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രമോ നമ്മുടെ മനസ്സിൽ തെളിയുക. അപ്പോൾ ആ തെളിയിക്കുന്ന ആ ഭാഗത്താണ് വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ അയാളുടെ രൂപം അതുപോലെ തന്നെ ആ ചിത്രം നമ്മുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അതിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിൽ സെറിബ്രത്തിൽ തന്നെയാണ് ഇത് ബ്രോങ്കസ് ഏരിയയും വെർണിക്സ് ഏരിയയും. അപ്പോൾ ഇവിടെ സംസാര ഭാഷയ്ക്കുള്ള സെറിബ്രത്തിൻ്റെ പ്രത്യേക ഭാഗമാണ് ബ്രോങ്കസ് ഏരിയ. അപ്പം ഇതാണെങ്കിലോ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ ഒരു ചിത്രമോ അല്ലെങ്കിൽ രൂപമോ മനസ്സിൽ വരുന്നതാണ് ഇത് വെർണിക്സ് ഏരിയ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചിത്രമുണ്ട്, കോർപ്പസ് കലോസം. ഇതും മലയാളത്തിലും കോർപ്പസ് കലോസം തന്നെയാണ് പറയുക. അപ്പം എന്താണ് കോർപ്പസ് കലോസം? കോർപ്പസ് കലോസം എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും ഇതൊരു അർദ്ധഗോളം, ഇതൊരു അർദ്ധഗോളം. അപ്പോൾ സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന രണ്ട് അർദ്ധഗോളങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഇത് കോർപ്പസ് കലോസത്തിൻ്റെ ഫ്രണ്ട് വ്യൂ, ഇത് സൈഡ് വ്യൂ, അതുപോലെ തന്നെ ഇത് ഡിസെക്റ്റഡ് ബ്രെയിൻ ആണ്. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടേം ഓർമ്മ വരണം, അതായത് കോർപ്പസ് കലോസം. എന്താണ് കോർപ്പസ് കലോസം? അപ്പോൾ സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അതായത് നമുക്കറിയാം മെനിഞ്ചൻസ് എന്ന് പറയുന്നത് അതായത് ബ്രെയിനിനെ സംരക്ഷിക്കുന്ന ഒരു പാളിയാണ്. അതായത് 3 സ്തരമുള്ള പാളി, 3 സ്തരം. അപ്പം അതിൻ്റെ പുറം ഭാഗം എന്ത് പറയും? ഡ്യൂറാമാറ്റർ എന്ന് പറയും. മിഡിൽ നടുക്കത്തെ ആ ഒരു മെംബ്രെയിൻ എന്ന് പറയുന്നതാണ് അരക്നോയിഡ് മെംബ്രെയിൻ എന്ന് പറയും. അതുപോലെ തന്നെ ജസ്റ്റ് അരക്നോയിഡ് മെംബ്രെയിൻ്റെ അടിയിലത്തെ സെക്ഷൻ എന്ത് പറയും? പിയാ മാറ്റർ എന്ന് പറയും. അപ്പം മെനിഞ്ചൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 3 പാളികളാണ് ഏതൊക്കെയാണ്? ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 3 തരം
മെനിജൻസിൻ്റെ പാളിയാണ് ഡ്യൂറാമാറ്റർ, അരക്നോയിഡ് മെംബ്രെയിൻ ആൻഡ് പിയ മാറ്റർ. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ പുറമേയുള്ള മെനിജൻസിൻ്റെ പുറമേയുള്ള പാളിക്ക് എന്ത് പറയും? ഡ്യൂറാമാറ്റർ. നടുക്കത്തത് അരക്നോയിഡ് മെംബ്രെയിൻ, ഇന്നർ പിയ മാറ്റർ. അടുത്തത് ഇപ്പം പറഞ്ഞ ആ ഒരു ഡയഗ്രാം, ഈ ഒരു ഡയഗ്രാം നോക്കണം. ഇതാണ് ഏത്? പുറമേയുള്ള ഡ്യൂറാമാറ്റർ, ഇന്നർ അരക്നോയിഡ് മെംബ്രെയിൻ, മിഡിൽ അരക്നോയിഡ് മെംബ്രെയിൻ ആൻഡ് ഇന്നർ പിയ മാറ്റർ. മിഡിൽ ഏതാണ്? അരക്നോയിഡ് മെംബ്രെയിൻ. പുറമേ ഏതാണ്? ഡ്യൂറാമാറ്റർ. ഇന്നർ സൈഡ് ഏതാണ്? പിയ മാറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഈ ബ്ലൂ കളർ കണ്ടോ? ഈ ബ്ലൂ കളർ ഇതാണ് ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. ഇതാണ് ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസ്. അപ്പോൾ സെറിബ്രോസ്പൈനൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വെൻട്രിക്കിൾസ് നിന്നാണ്. ഈ സെറിബ്രോസ്പൈനൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ മുഖ്യധർമ്മം? അതായത് ഇതാണ് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ മസ്തിഷ്കത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏതാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസ് എന്നാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അടുത്തത് പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ വരുന്ന ബ്രെയിനിൻ്റെ 2 ഭാഗങ്ങളെ പറ്റിയിട്ട് നമുക്കിന്ന് പരിചയപ്പെടാം. അതായത് ഒന്ന് ഏതാണ്? തലാമസും അടുത്തത് ഹൈപ്പോ തലാമസും അതുപോലെ തന്നെ ഹൈപ്പോ തലാമസും. എന്താണ് തലാമസ്? തലാമസ് എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിൻ്റെ തൊട്ടു താഴെയായി കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ തലാമസ് എന്ന് പറയുന്നത്. അപ്പം നിദ്രാവേളയിലെല്ലാം സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്, നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നതാണ് തലാമസിൻ്റെ ധർമ്മം. അതുപോലെ തന്നെ മോർഫിൻ, ആസ്പിരിൻ മുതലായ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നതും എവിടെയാണ്? ഈ തലാമസിലാണ്. അടുത്തത് ഹൈപ്പോ തലാമസ്. കണ്ടോ? ഹൈപ്പോ തലാമസ്. ഇതാണ് ഹൈപ്പോ തലാമസ്. ഇത് തലാമസ്, ഇത് ഹൈപ്പോ തലാമസ്. അപ്പോൾ എന്താണ് ഹൈപ്പോ തലാമസ്? ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈപ്പോ തലാമസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. അപ്പോൾ ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഗർഭപാത്രം സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. ഗർഭപാത്രം സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. ശരീരത്തിലെ ജലത്തിൻ്റെ പുനരാഗിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? അതാണ് വാസോപ്രസിൻ. പിന്നെ ഇവിടെ ഒരു പ്രധാന കാര്യം, പീയൂഷഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഹൈപ്പോ തലാമസിലാണ്. പീയൂഷഗ്രന്ഥി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തലാമസിനെ പറ്റിയിട്ടും ഹൈപ്പോ തലാമസിനെ പറ്റിയിട്ടും നമ്മൾ ഓർത്തിരിക്കണം. അപ്പം സെറിബ്രത്തിൻ്റെ തൊട്ടു താഴെയായി കാണുന്ന ഭാഗമാണ് തലാമസ്. മോർഫിൻ, ആസ്പിരിൻ മുതലായ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം ഏതാണ്? അതും തലാമസ് ആണ്. അപ്പം ഇത് ആവേഗങ്ങളുടെ റിലേ സ്റ്റേഷൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഏത്? തലാമസ്. ആവേഗങ്ങളുടെ റിലേ സ്റ്റേഷനായി മാറുന്നതും ഏതാണ്? തലാമസ് ആണ്. അപ്പം തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് ഏത്? ഹൈപ്പോ തലാമസ്. അടുത്തത് അസ്ഥികളാണ്. നമ്മളുടെ ബ്രെയിനിൻ്റെ സ്കള്ളിൽ എത്ര അസ്ഥികളുണ്ട്? 22 അസ്ഥികളുണ്ട്. എത്ര അസ്ഥികൾ? 22 അസ്ഥികൾ. അത് ശ്രദ്ധിക്കണം. 22 അസ്ഥികൾ എന്നുള്ളത്.
പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ഇതാണ് വാഗസ് നെർവ്. വാഗസ് നെർവ് എന്താണ് വാഗസ് നെർവ്? വാഗസ് നെർവ് അപ്പം ഈ വാഗസ് നെർവിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും. അതായത് 10th വാഗസ് നെർവ് എന്ന് പറയും, വാഗസ് നാഡി എന്ന് പറയും, അല്ലെങ്കിൽ 10ാം ശിരോനാഡി എന്നും പറയും. 10ാം ശിരോനാഡി. അപ്പോൾ എന്താണ് ഈ 10ാം ശിരോനാഡിയുടെ പ്രത്യേകത? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡിയാണ് ഏത്? ഈ 10ാം ശിരോനാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡിയാണ് 10ാം ശിരോനാഡി. വാഗസ് നാഡി എന്നും കൂടി ഇതിന് അറിയപ്പെടുന്നുണ്ട്. വാഗസ് നാഡി. പ്രത്യേകിച്ചിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ വാഗസ് നാഡി എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര നാഡിയാണ്. വാഗസ് നാഡി സമ്മിശ്ര നാഡിയാണ് വാഗസ് നാഡി. അപ്പം 10ാം ശിരോനാഡി വാഗസ് നാഡി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി. ഇനി അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡിയുണ്ടല്ലേ, ആ നാഡിയാണ് ഏത്? 4th ട്രോക്ലിയർ നെർവ് അല്ലെങ്കിൽ 4ാം ശിരോനാഡി എന്ന് പറയും. എന്താ പറയുക? 4ാം ശിരോനാഡി അല്ലെങ്കിൽ ട്രോക്ലിയർ നെർവ് എന്ന് കൂടി പറയും. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡിയാണ് 4ാം ശിരോനാഡി അല്ലെങ്കിൽ ട്രോക്ലിയർ നെർവ്. ജസ്റ്റ് ആ ഡയഗ്രാം മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണ്ട. ഇത് ഏറ്റവും ചെറിയ നാഡിയാണ്. അപ്പം ഈ നാഡി ഒരു പ്രേരക നാഡിയാണ്. ഈ നാഡി ഒരു പ്രേരക നാഡിയാണ്. അതും കൂടി ഓർത്തിരിക്കണം. അപ്പം മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം എത്രയാ? 43 ജോഡി. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. അതിൽ 12 ജോഡി ശിരോനാഡികളും 31 സുഷ്മിനാ നാഡികളുമുണ്ട്. അപ്പം ശ്രദ്ധിക്കണം, ഇതിൽ 12 ജോഡി ശിരോനാഡികളും 31 സുഷ്മിനാ നാഡികളും ഉണ്ട്. അപ്പം നമ്മുടെ അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ഈ 10ാം ക്ലാസ്സിലെ ഈ പാഠത്തിന് അപ്പുറത്ത് നമ്മൾ കുറച്ച് അധികം ക്വസ്റ്റ്യൻസും കൂടി നോക്കിക്കഴിഞ്ഞു. അപ്പോൾ അതോടുകൂടി ഈ ആദ്യത്തെ പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠവുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.